In a series RC circuit, the values of R equal to 10 ohm, C equal to 25 nanofarad, a sinusoidal voltage of 50 megahertz is applied and the maximum voltage across the capacitance is 2.5 volt. Find the maximum voltage across the series combination. അപ്പോൾ നമുക്ക് അതിൽ തന്നിട്ടുള്ള ഗിവൺ ഡാറ്റാസ് എന്തൊക്കെയാണെന്ന് നോക്കാം. R equal to 10 ohm, C equal to 25 nanofarad, പിന്നെ ഫ്രീക്വൻസി എഫ് വന്നിട്ടുണ്ട് 50 മെഗാ ഹേർട്സ്. ജനറലി നമ്മൾ 50 ഹേർട്സ് ആണ് എടുക്കുക, ഇവിടെ പക്ഷേ 50 മെഗാ ഹേർട്സ് ആണ് വന്നിരിക്കുന്നത്. പിന്നെ വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്റൻസ്, മാക്സിമം വോൾട്ടേജ് അക്രോസ്, അതായത് വി സി മാക്സ് എന്ന് പറയുന്നത് 2.5 വോൾട്ട് എന്ന് തന്നിട്ടുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ ഒമേഗ കണ്ടുപിടിക്കാം. അപ്പോൾ ഒമേഗ കാണാനായിട്ട് 2π എഫ് എന്നാണ് ഇക്വേഷൻ. സോ 2π ഇൻറ്റു എഫിൻ്റെ സ്ഥാനത്ത് 50 മെഗാ ഹേർട്സ് ആണ്. അപ്പോൾ 10⁻⁶ അത് വാല്യൂ കണ്ടുപിടിച്ച് വയ്ക്കുക. 2π ഇൻറ്റു 50 ഇൻറ്റു 10⁻⁶. ആൻസർ എന്ന് പറയുന്നത് 314.16 ഇൻറ്റു 10⁻⁶. അല്ലെങ്കിൽ അത്രയും റേഡിയൻ പെർ സെക്കൻഡ് എന്നാണ് യൂണിറ്റ്. മെഗാ അല്ലെങ്കിൽ ഇൻറ്റു 10⁻⁶ റേഡിയൻ പെർ സെക്കൻഡ്. അപ്പോൾ ഒമേഗ കിട്ടി. ഇനി നമുക്ക് തന്നിരിക്കുന്ന ഒരു കണ്ടീഷൻ, ഇത് സീരീസ് ആർ സി സർക്യൂട്ടാണ്. അപ്പോൾ ആറ് നമ്മൾ വരച്ചു, സി വരച്ചു, സീരീസ് ആർ സി സർക്യൂട്ട് മാർക്ക് ചെയ്തു. ഐ ഓഫ് ടി, ആറ്, ഇത് സി, ഇതിനെ അക്രോസ് വരാൻ പോകുന്ന വോൾട്ടേജാണ് വി സി. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മാക്സിമം വോൾട്ടേജ് അക്രോസ് ദ സീരീസ് കോമ്പിനേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ രണ്ട് എലമെൻസിൻ്റെയും ടോട്ടൽ വോൾട്ടേജ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, അല്ലേ? രണ്ട് എലമെൻസിൻ്റെ അക്രോസ് ഉണ്ടാകുമ്പോൾ ടോട്ടൽ വോൾട്ടേജ് ഡ്രോപ്പ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ വി കിട്ടണമെങ്കിൽ നമുക്ക് മാക്സിമം എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ വി മാക്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വി മാക്സ് കാണണമെങ്കിൽ അപ്പോൾ നമുക്ക് ആദ്യം അറിയണം ഐ മാക്സ് എത്രയാണെന്ന് അറിയണം, പിന്നെ ഇൻറ്റു ഇസഡും ചെയ്യാം. ഇവിടെ നമ്മളിപ്പോൾ സൈൻ ഓഫ് ഒമേഗ ടി എന്നൊന്നും എടുക്കാത്തതിൻ്റെ റീസൺ ഇവിടെ ചോദിച്ചിരിക്കുന്ന ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ അല്ല, പകരം മാക്സിമം വാല്യൂ ആണ്. അപ്പോൾ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂസിനൊക്കെയാണ് നമ്മൾ ജനറലി ഇങ്ങനെ സ്മോൾ ഐ അല്ലെങ്കിൽ സ്മോൾ വി എന്ന് പറഞ്ഞിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക. അതാണ് നമ്മൾ ഐ എം സൈൻ ഒമേഗ ടി അല്ലെങ്കിൽ വി എം സൈൻ ഒമേഗ ടി എന്നൊക്കെ പറഞ്ഞിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക. സോ ഇവിടെ ചോദിച്ചിരിക്കുന്ന മാക്സിമം വാല്യൂ നമുക്ക് ഐ മാക്സ് അറിഞ്ഞാൽ മതി, ഐ മാക്സ് ഇൻറ്റു സെഡ് ചെയ്താൽ മതി. സോ അപ്പോൾ നമുക്ക് ആദ്യം അതറിയണമെങ്കിൽ വി സി മാക്സിന് ഒരു കണ്ടീഷൻ വന്നിട്ടുണ്ട്, 2.5 വോൾട്ടാണ്. അപ്പോൾ വി സി മാക്സ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് പറയാം, ഇത് സീരീസ് സർക്യൂട്ട് ആയതുകൊണ്ട് തന്നെ ആറിലും സിയിലും ഒരേ കറണ്ടായ ഐ തന്നെയാണ് ഫ്ലോ ചെയ്യുക. സോ ഐ മാക്സ് ഇൻറ്റു എക്സ് സി എന്ന് പറയുന്നതാണ് ആര്, വി സി മാക്സ്. ഇനി എക്സ് സിയുടെ വാല്യൂ നമുക്കറിയാം. അപ്പോൾ 2.5 ഈക്വൽ ടു ഐ മാക്സ് ഇൻറ്റു എക്സ് സിയുടെ സ്ഥാനത്ത് നമുക്ക് എന്ത് മാർക്ക് ചെയ്യാം, 1/j ഒമേഗ സി എന്നാണ്. ഇവിടെ ജെ കൺസിഡർ ചെയ്യേണ്ട, വാല്യൂ മാത്രം എടുത്താൽ മതി. അപ്പോൾ എന്ത് വരും, ഇൻറ്റു 1/ωc. പി ഒമേഗ സി ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് പോകുമ്പോൾ 2.5 ഇൻറ്റു ഒമേഗയുടെ സ്ഥാനത്ത് നമുക്ക് നേരത്തെ കിട്ടിയ വാല്യൂ കൊടുക്കുക, 314.16 ഇൻറ്റു 10⁻⁶ ഇൻറ്റു കപ്പാസിറ്ററിൻ്റെ വാല്യൂ കൊടുക്കണം. അപ്പോൾ 2.5 ഈക്വൽ ടു I max into 1/ωc. So 2.5 into 314.16 into 10⁻⁶ into c യുടെ സ്ഥാനത്ത് 25 നാനോ എന്ന് പറയുമ്പോൾ 10⁻⁻9 ആണ്, ഈക്വൽ ടു ഐ മാക്സ്, അല്ലേ? ഒമേഗ സിയും റീപ്ലേസ് ചെയ്തു, ആ വാല്യൂ കണ്ടുപിടിക്കുക. അതാണ് നമ്മുടെ ഐ മാക്സ്. 2.5 into 314.16 into 10⁻⁶ into
25 into 10 raised to minus 9. Answer Imax equal to 19.635 ampere എന്ന് കിട്ടും. അപ്പോൾ ഐമാക്സ് കിട്ടി. ഐമാക്സ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? വി മാക്സ് ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ വി മാക്സ് ഈക്വൽ ടു ഐമാക്സ് ഇൻറ്റു സെഡ് ആണ്. സോ സെഡ് അറിയണം ആദ്യം. സെഡ് ഈക്വൽ ടു എത്ര വരും? ആർ. ഇത് ആർ സി സർക്യൂട്ട് ആണ്. അപ്പോൾ ആർ മൈനസ് ജെ എക്സ് സി ആണ് നമ്മുടെ സെഡ്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആറിൻ്റെ സ്ഥാനത്ത് 10 മൈനസ് ജെ ഇൻറ്റു എക്സ് സിയുടെ സ്ഥാനത്ത് എഗെയിൻ മൈനസ് ജെ ബൈ ഒമേഗ സി കൊടുക്കണം. 314.16 ഇൻറ്റു 10 raised to 6 ഇൻറ്റു 10 raised to 6 into 25 into 10 raised to minus 9. 10 minus j by വാല്യൂ ഓൾമോസ്റ്റ് 10 ഓം കിട്ടും. ഇതിനെ ആർ ആംഗിൾ തീറ്റയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് എഴുതാം. അപ്പോൾ നമുക്ക് മാഗ്നിറ്റ്യൂഡ് മാത്രം മതി. അതുകൊണ്ട് ഇതിനെ എന്ത് ചെയ്താൽ മതി? ഈ വാല്യൂവിനെ ടോട്ടൽ ആർ ആംഗിൾ തീറ്റയിലേക്ക് കൺവേർട്ട് ചെയ്യുക. സോ 10 ഓം എന്ന് കിട്ടും. ഈ 10 ഓം കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് വി മാക്സ് കണ്ടുപിടിക്കാം. അപ്പോൾ വി മാക്സ് ഈക്വൽ ടു ഐ മാക്സ് ഇൻറ്റു സെഡ്. സോ 19.635 ഇൻറ്റു 10 വരും. അതായത് 196.35 വോൾട്ട് യൂണിറ്റ് വോൾട്ട്. ഇതാണ് നമ്മുടെ പ്രോബ്ലം ആയിരുന്നത് വി മാക്സ് കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പ്രോബ്ലം. ഇവിടെ ആകെ ശ്രദ്ധിക്കേണ്ട മാക്സിമം വോൾട്ടേജ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് അതിൽ സൈനും കോസും അങ്ങനത്തെ ആംഗിൾസും ഒന്നും വരില്ല. കാരണം മാക്സിമം വാല്യൂ എന്ന് പറയുമ്പോൾ ഐ മാക്സ് ഇൻറ്റു സെഡ് മാത്രം കണ്ടാൽ മതി. സൈൻ ഒമേഗ ടി പ്ലസ് തീറ്റ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നോക്കണ്ട. അതാണ് അതിലത്തെ ഡിഫറൻസ്. ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് വോൾട്ടേജ് ചോദിക്കുമ്പോഴാണ് നമുക്ക് വി ഈക്വൽ ടു വി എം സൈൻ ഒമേഗ ടി എന്നുള്ള ഫോമിലേക്ക് എത്തിക്കേണ്ടത്. ഇതാണ് അതിലത്തെ ഡിഫറൻസേ ഉള്ളൂ. അതെല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. സിമ്പിൾ പ്രോബ്ലം ആണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു ആർ എൽ സി സർക്യൂട്ട്, സീരീസ് ആർ എൽ സി സർക്യൂട്ട് പ്രോബ്ലം നോക്കാം.